സി ജെ പിയുടെ സമരം വിജയിച്ചതിന് ശേഷം യഥാർത്ഥത്തിൽ ഈ പറയുന്ന റൈറ്റ് വിങ് എക്കോസിസ്റ്റം അങ്കലാപ്പിലാണ്. അവരെന്താണ് ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ച് അവർക്ക് തന്നെ കൃത്യമായ ധാരണയില്ല. അവരിൽ തന്നെ ഭിന്നാഭിപ്രായങ്ങളുണ്ട്. ഇപ്പോൾ ഞാൻ ഇന്ന് രാവിലെ തൊട്ട് കാണുന്നൊരു കാഴ്ച, മെറ്റയ്ക്കെതിരായിട്ടുള്ള വൻ രോഷപ്രകടനമാണ് എക്സിൽ എന്ന് കാണുന്നത്. മറ്റേ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വീഡിയോ അറിയാതെ നീക്കം ചെയ്തല്ലോ, അബദ്ധത്തിൽ നീക്കം ചെയ്ത് പിന്നെ പുനഃസ്ഥാപിച്ചല്ലോ. എങ്ങനെ സാധിച്ചു രാജ്യത്തെ, ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയുടെ ഒരു വീഡിയോ എടുത്തു മാറ്റാൻ എന്ന് ചോദിച്ചിട്ടുള്ള രോഷപ്രകടനം നമ്മൾ ഒരു വശത്ത് കാണുന്നു. ഒരു വശത്ത് കഴിഞ്ഞ 2-3 ദിവസമായി കാണുന്ന മറ്റൊരു കാര്യം ഇൻസ്റ്റാഗ്രാമിനെതിരായ രോഷപ്രകടനമാണ്. ഇൻസ്റ്റാഗ്രാമിനെതിരായ രോഷപ്രകടനം മെറ്റ എന്ന് പറയുന്ന കമ്പനിയുടെ ഇന്ത്യയിലെ മേധാവികളൊക്കെ കോൺഗ്രസ്സുകാരാണ് എന്ന നറേറ്റീവ് സൃഷ്ടിക്കുന്നു. അവരുടെ ഫോട്ടോ വെച്ചിട്ടുള്ള പോസ്റ്റർ ഇടുന്നു. അപ്പോൾ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത്, എന്താണ് പ്രശ്നം, അതെങ്ങനെ പരിഹരിക്കുമെന്നതിനെക്കുറിച്ച് ഈ പറയുന്ന BJP IT സെല്ലിനും സംഘപരിവാർ മൊത്തം റൈറ്റ് വിങ് എക്കോസിസ്റ്റത്തിനും വലിയ തോതിലുള്ള ആശയക്കുഴപ്പമുണ്ട്. അത് അവരുടെ നേതാക്കൾക്കുമുണ്ട്, അണികൾക്കുമുണ്ട് എന്ന് കാണിക്കുന്നതാണ് ഇവരുടെ പോസ്റ്റുകൾ മുഴുവൻ. അപ്പോൾ ഇതിനിടയിലാണ് CH പറഞ്ഞിട്ടുള്ള ഈ പറയുന്ന റിസർവേഷൻ ഹട്ടാവോ മൂവ്മെൻറ്റ്. അതിന് കാണുന്ന ഫോളോവേഴ്സിൻ്റെ എണ്ണം കാണുമ്പോൾ നമ്മൾ യഥാർത്ഥത്തിൽ അത്ഭുതപ്പെടും. 5 മില്യൺ എന്നൊക്കെ പറയുന്നത് വലിയ സംഖ്യയാണ്. ഇപ്പോൾ CJPയുടെ എത്രയായിരുന്നു അവരുടെ ഫോളോവേഴ്സ് എക്സിലുണ്ടായിരുന്നത്, അതിലും കൂടുതലുണ്ടായിരുന്നു. പക്ഷെ അത്ര എത്തിയിട്ടില്ല. പക്ഷേ ഇത് 5 മില്യൺ എന്ന് പറഞ്ഞാൽ വലിയ സംഖ്യയാണ് ഇന്ത്യയിൽ. അപ്പോൾ എങ്ങനെ 5 മില്യണൊക്കെ വരുമെന്ന് ചോദിച്ചാൽ, ഇന്ത്യയിലെ ഏറ്റവും പോപ്പുലറായിട്ടുള്ള ആശയമാണ് സംവരണ വിരുദ്ധത എന്നുള്ളത്. അതെന്തുകൊണ്ട് സംഭവിക്കുന്നത് വെച്ചാൽ, നമ്മുടെ എക്കോസിസ്റ്റം മാത്രമല്ല, നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷൻസും അതിനനുകൂലമാണ്. നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷൻ തന്നെ സംവരണത്തിനെതിരാണ്. ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് ഞാൻ പറയുന്നത് ഭരണഘടനാ സ്ഥാപനങ്ങൾ ഉൾപ്പെടെ, അത് കോടതി മുതൽ പാർലമെൻറ്റ് മുതൽ നമ്മുടെ ബ്യൂറോക്രസി മുതൽ എല്ലാവരും സംവരണത്തിനെതിരാണ്. അപ്പോൾ ഈ സംവരണമാണ് ഇന്ത്യയിൽ മൊത്തം പ്രശ്നങ്ങൾ കാരണം എന്നുള്ള ഒരു പ്രതീതി സൃഷ്ടിക്കാൻ ഈ എക്കോസിസ്റ്റത്തിന് മുമ്പേ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോഴൊന്നുമല്ല, 90-കളിലും 80-കളിലും അത് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോഴും അത് വളരെ പോപ്പുലർ ആശയമാണ്. പക്ഷേ അതിപ്പോഴും നിലനിൽക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, ഭരണഘടനയിൽ അതുള്ളതുകൊണ്ടും അതിൽ തൊട്ടാൽ ഈ നിശബ്ദരായ, ഈ പ്രതീതി യാഥാർത്ഥ്യത്തിന് പുറത്തുള്ള ബഹുജൻ എന്ന് പറയുന്ന ബഹുജനങ്ങൾ അതിനെതിരെ പ്രതികരിക്കും എന്നുള്ളതാണ് അതിൽ തൊടാത്തത്. അപ്പോൾ എന്തുകൊണ്ട് ഈ സമയത്ത് ഇങ്ങനെ ഒരു പേജ് വരുന്നു, 50 ലക്ഷം ഫോളോവേഴ്സ് ഉണ്ടാകുമെന്ന് പറയാൻ കാരണം ഈ ആശയക്കുഴപ്പം കൊണ്ടാണ്. ഇത് ഏതെങ്കിലും തരത്തിലുള്ള ആശയം പുഷ് ചെയ്യുന്നതോ അല്ലെങ്കിൽ പുതുതായിട്ട് എന്തെങ്കിലും ചെയ്യാൻ പോകുന്നത് കൊണ്ടല്ല, എന്താണ് ചെയ്യേണ്ടതെന്നുള്ള ആശയക്കുഴപ്പം കൊണ്ടാണ് അവരിപ്പോൾ ഈ സമരം എടുത്തിടുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കുക. 2024 തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ സഖ്യത്തിൻ്റെ മുന്നേറ്റത്തിൻ്റെ പ്രധാന കാരണം എന്താണ്? മോദി സംവരണമില്ല, ഭരണഘടനാ ഭേദഗതിക്ക് പോകുന്നു, സംവരണം ഇല്ലാതാക്കാൻ പോകുന്നു എന്നുള്ള പ്രചാരണമാണ് വലിയ തോതിൽ UP പോലുള്ള സംസ്ഥാനങ്ങളിൽ വലിയ തിരിച്ചടിക്ക് കാരണമായത്. UP മാത്രമല്ല, പൊതുവേ ഒരു BJP വിരുദ്ധ സെൻറ്റിമെൻറ്റ്സിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്താണ്? ഇവർക്ക് 400 സീറ്റ് കിട്ടിയാൽ, ഇവർ അധികാരത്തിൽ വന്നാൽ ഭരണഘടനാ ഭേദഗതി വരുത്തും, സംവരണം ഇല്ലാതാക്കും. ഇതുണ്ടാക്കിയ ഓളം കൊണ്ടാണ് BJPയുടെ സീറ്റ് കുറഞ്ഞ് അവർക്ക് കേവല ഭൂരിപക്ഷം പോലും കിട്ടാതിരുന്നത്. അവർക്ക് മുന്നണിയെ ആശ്രയിക്കേണ്ടി വരുന്നത്, മറ്റ് കക്ഷികളുടെ പിന്തുണയിൽ ഭരിക്കേണ്ടി വന്നത്. എന്നിട്ട് ആ രാഷ്ട്രീയമായി തിരിച്ചടി നേരിട്ട അതേ മുദ്രാവാക്യത്തിന് വേണ്ടി ഒരു പേജ് ഉണ്ടാക്കി അതിന് 50 മില്യൺ ഫോളോവേഴ്സ് ഉണ്ടാക്കുക. അത് വലിയ പാടല്ല, അത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. 50 മില്യൺ ഫോളോവേഴ്സ് സംഘപരിവാറിനെ സംബന്ധിച്ച് അവരുടെ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ഇട്ട് കഴിഞ്ഞാൽ, ഈ ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്ക് ഇട്ട് കഴിഞ്ഞാൽ അതിലാളുകൾ വന്ന് ഫോളോ ചെയ്തോളും. ഞാൻ അതിൻ്റെ ഫോളോവേഴ്സിൻ്റെ ഒക്കെ നോക്കി, എല്ലാവരും സനാതനികളോ ആയിട്ടുള്ള ആളുകൾ തന്നെയാണ്. അല്ലാത്ത ആളുകൾ വളരെ കുറവാണ് അതിൽ കാണുന്നത്. വളരെ കുറച്ച് ആൾക്കാർ എന്ത് ചെയ്യുന്നുണ്ട്, ഇതെന്താണെന്ന് അറിയാൻ വേണ്ടി ഫോളോ ചെയ്യുന്നുണ്ട്. പക്ഷേ അതിൽ കണ്ടൻറ്റ് കുറവാണ്, വളരെ കണ്ടൻറ്റ് കുറവാണ്. ഞാൻ പറയുന്നത് ഇത് ഇവരുടെ എന്തൊരു സ്ട്രാറ്റജി എന്നതിനപ്പുറം ഞാൻ ആശയക്കുഴപ്പമായിട്ട് കാണുന്നത്, ഏത് ആശയത്തിലാണോ അവർക്ക് കഴിഞ്ഞ 2024 തെരഞ്ഞെടുപ്പിൽ തിരിച്ചടി നേരിട്ടത്, ഇനിയും തിരിച്ചടിക്ക് സാധ്യതയുള്ളത്, അതേ ആശയം പ്രൊപ്പഗേറ്റ് ചെയ്യാൻ വേണ്ടി അവർ ഇൻസ്റ്റാഗ്രാമിനെ ഉപയോഗിക്കുന്നു എന്ന് പറഞ്ഞാൽ അവർ തീർച്ചയായിട്ടും കൺഫ്യൂസ്ഡാണ്. അതൊരു അവരെ സംബന്ധിച്ച് തെറ്റായ സ്ട്രാറ്റജിയാണ്, പാഴാവുന്ന സ്ട്രാറ്റജിയാണ്, തിരിച്ചടി കിട്ടാവുന്ന സ്ട്രാറ്റജിയാണ്. അപ്പോൾ അതിനെതിരായിട്ടുള്ള കാസ്റ്റിസം അവസാനിപ്പിക്കുക എന്ന് പറയുന്നത് മറ്റൊരു പേജുണ്ട്. CH പറഞ്ഞല്ലോ, അതിന് അങ്ങനെ ഫോളോവേഴ്സൊന്നുമില്ല. അത് 3-4 ലക്ഷം ഫോളോവേഴ്സേ ഉള്ളൂ. അതിനെന്തുകൊണ്ടാണ് ഫോളോവേഴ്സ് ഇല്ലാത്തത്? അത് ആസൂത്രിതമായി തുടങ്ങുന്നൊരു കാര്യമല്ല. മറ്റൊന്ന്, ഈ പറയുന്ന ഇന്ത്യയുടെ മെയിൻ സ്ട്രീമിൽ എല്ലാവരും സംവരണ വിരുദ്ധരാണ്. സംവരണ വിരുദ്ധരായതുകൊണ്ട് അതിന് ഫോളോവേഴ്സ് ഉണ്ടാവും. മറ്റൊന്ന്, സംഘപരിവാറിൻ്റെ ബാക്കപ്പും ഉണ്ട്. പക്ഷേ എൻ്റെ ചോദ്യം, ആ സ്ട്രാറ്റജി എത്രമാത്രം രാഷ്ട്രീയമായി തിരിച്ചടിയാണെന്നുള്ളതാണ്. ഈ CJP സമരത്തിൻ്റെ ഏറ്റവും വലിയ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ, ഈ പറയുന്ന ഭരണവർഗത്തെ, സംഘപരിവാറിനെ, BJP RSS എക്കോസിസ്റ്റത്തെ കൺഫ്യൂസ്ഡ് ആക്കി എന്നുള്ളതാണ്. ഇതെങ്ങനെ സംഭവിച്ചു എന്നതിനെക്കുറിച്ച് അവർ കൺഫ്യൂസ്ഡാണ്. CJPക്ക് ഇത്രയും ട്രാഫിക് എങ്ങനെ ഉണ്ടായി? CJP പറഞ്ഞപ്പോൾ ഇത്രയും ആളുകൾ എങ്ങനെ ജന്തർ മന്ദറിൽ വന്നു? ഇത്രയും ആൾ തടിച്ചു പോയിട്ട് അവരെങ്ങനെ സമാധാനപരമായ സമരം നടത്തി? ഈ സമരം എങ്ങനെ വിജയിച്ചു? ഈ സമരത്തെ എങ്ങനെ നേരിടണം? ഇങ്ങനെയുള്ള കുറേ അധികം ക്വസ്റ്റ്യൻസിൽ ഇവർ കൺഫ്യൂസ്ഡാണ്. അതർവൈസ് ഇങ്ങനെയൊരു പേജ് ഈ ഘട്ടത്തിൽ എങ്ങനെ തുടങ്ങാൻ പറ്റും? ഓൾറെഡി ഒരു വിദ്യാഭ്യാസം എന്ന് പറയുന്നത് തൊട്ടാൽ പൊള്ളുന്നൊരു വിഷയത്തിൽ സർക്കാർ ഡിഫൻസിലായി നിൽക്കുകയാണ്. ആ ഡിഫൻസിലായി നിൽക്കുമ്പോൾ 2024 ഇലക്ഷനിൽ തിരിച്ചടി നേരിട്ട ഒരു വിഷയം എടുത്തുകൊണ്ട് അതിനെ പോപ്പുലറാക്കാൻ ശ്രമിക്കുകയാണ് ഇവർ ചെയ്യുന്നത്. ഇതിനർത്ഥം ഇവർക്ക് ചില ഡോട്ട്സ് പൂരിപ്പിക്കാൻ പറ്റുന്നില്ല.
ഒന്ന്. രണ്ടാമത്തെ കാര്യം, CJP പ്രൊട്ടസ്റ്റ് ഉരുവം കൊണ്ടതും അത് ആളിപ്പടർന്നതും BJPയുടെയും RSSൻ്റെയും സപ്പോർട്ട് ബേസിൽ തന്നെയാണ്. അതായത് തങ്ങളുടെ കാൽ ചുവട്ടിലെ മണ്ണാന്ന് ഒലിച്ചു കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. കയ്യിൽ ചരട് കെട്ടിയ ഒരാൾ പ്രധാനമന്ത്രിയെ ചീത്ത വിളിക്കുന്ന റീലുകൾ, അത്തരം എത്രയോ ചരട് കെട്ടിയ ആളുകൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ചീത്ത വിളിക്കുന്നു, ധർമ്മേന്ദ്ര പ്രധാനെ ചീത്ത വിളിക്കുന്നു, നിതിൻ ഗഡ്കരിയെ ചീത്ത വിളിക്കുന്ന റീലുകളാണ് ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങൾ മുഴുവൻ. അവരേത് ക്ലാസ് ഓഫ് പീപ്പിൾ ആണെന്ന് കണ്ടാലറിയാം. അവരെവിടെ നിന്ന് വരുന്നതാണ്, ഏത് സംസ്ഥാനത്തു നിന്നാണ്, അവരുടെ രാഷ്ട്രീയം ഇതുവരെ എന്തായിരുന്നു, അവരെന്തിന് ഭരണകൂടത്തെ ചീത്ത വിളിക്കുന്നു. അതിശക്തമായ ആൻറ്റി ഇൻകംബൻസി ഇത്തരം വിഷയങ്ങളിലുണ്ട്. ഈ പറയുന്ന ചീത്ത വിളിക്കുന്ന ആളുകൾ, ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും BJPയെയും RSSനെയും നിതിൻ ഗഡ്കരിയൊക്കെ ചീത്ത വിളിച്ചുകൊണ്ട് റീൽ ചെയ്യുന്ന ആളുകൾ ഒരു പക്ഷേ അവരും സംവരണ വിരുദ്ധരായിരിക്കും. അവരോട് ചോദിച്ചാലും ചിലപ്പോൾ സംവരണം വേണ്ടെന്ന് പറഞ്ഞിരിക്കും. ഇപ്പോൾ ഇന്ന് സംവരണ വിരുദ്ധ പറയുന്നതിൻ്റെ ഉദ്ദേശം എന്താണ്? ഇന്നിപ്പോൾ എല്ലാവർക്കും സംവരണം ഉണ്ടല്ലോ. ആർക്കും സംവരണം ഇല്ലാത്തത്? എല്ലാ കാസ്റ്റിനും സംവരണമുണ്ട്. ഇപ്പോൾ അവരിന് സംവരണ വിരുദ്ധ അവർ പറഞ്ഞ കാസ്റ്റ് അടിസ്ഥാനത്തിൽ സംവരണം വേണ്ട എന്നാണ് പറയുന്നത്. എല്ലാവർക്കും സാമ്പത്തിക സംവരണം കൊടുക്കണം എന്നാണൊക്കെ പറയുന്നത്. അത് വേറെ ഡിബേറ്റബിൾ കാര്യമാണ്. ഇപ്പോൾ എൻ്റെ ക്വസ്റ്റ്യൻ, ഇപ്പോൾ നമ്മൾ കാണുന്ന സോഷ്യൽ മീഡിയ ട്രെൻഡ്, ഈ ട്രെൻഡുകൾ ഇവരുടെ കൺഫ്യൂഷൻ്റെ തെളിവാണ്. ഇവർ ആശയക്കുഴപ്പത്തിലാണ്.